കേരളത്തിന് നെൽകൃഷി വേണം, കൃഷിയും വേണം, ഭക്ഷ്യസുരക്ഷ വേണം. എന്തെല്ലാം പ്രയാസമുണ്ടായിട്ടും കേരള ഗവൺമെൻറ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നെൽകൃഷി വർദ്ധിക്കുന്നുണ്ട് പഴയതിനേക്കാളും. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അടിയന്തര പ്രശ്നം കർഷകരെ ആ രംഗത്ത് ഉറപ്പിച്ചു നിർത്തുകയാണ്. ആശ്രയിക്കാവുന്ന ഒരു ജീവിതോപാധിയായിട്ട് കൃഷിയെ മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്ങുവിലയ്ക്ക് പുറമെ സംസ്ഥാന ഗവൺമെൻറ് കൃഷിക്കാർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രോത്സാഹന ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ബോണസാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതിയിരിക്കുന്നത്. ആ കത്തിൽ ഒളിച്ചു വെക്കപ്പെട്ട താല്പര്യം പലതുമുണ്ട്. അതിൻ്റെ പിറകിൽ അടിയന്തര പ്രാധാന്യമുള്ള ആപത്തെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യ ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരം എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അമേരിക്കയ്ക്ക് വേണ്ടി ഇറക്കുമതി വേണ്ടി വരും. ഭക്ഷ്യധാന്യങ്ങളും മറ്റ് വസ്തുക്കളും അടക്കമല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് അടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും 50,000 കോടി രൂപയുടെ 1,00,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലേക്ക് വരേണ്ടതെന്ന് അവർ തന്നെ പറയുന്നു. നമുക്കാർക്കും അറിയില്ല. ആ കരാറിനെ പറ്റി പാർലമെൻറ്റോ ജനങ്ങളോ അറിയുന്നില്ല. ആദ്യം അറിയിച്ചത് ഒരു ട്വീറ്റാണ്. എക്സിലെ ട്രംപിൻ്റെ ഒരു ട്വീറ്റാണ് ആദ്യമായിട്ട് ലോകത്തോട് ഈ കാര്യം പറഞ്ഞത്. എത്ര പരിഹാസ്യമാണത്! ജനങ്ങളെ, അവരുടെ സഭയായ പാർലമെൻറ്റിനെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത്രയും വലിയ ദൂരവ്യാപക പ്രത്യാഘാതമുള്ളൊരു ഉടമ്പടി ഉണ്ടാകുമ്പോൾ അതേപ്പറ്റി പറയേണ്ടത് രണ്ട് രാഷ്ട്രത്തലവന്മാരും ഒന്നിച്ചായാലും മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ഉണ്ടായില്ല. ഒരു പാതിരാത്രിയിൽ, ഇന്ത്യയിൽ പാതിരാത്രിയായിരുന്നു അപ്പോൾ, ട്രംപ് ട്വീറ്റ് ചെയ്തു, ഇന്ത്യയുടെ കഴുത്തിൽ ഒരു പിടിമുറുക്കി, ഒരു കുരുക്ക് മുറുകി, ഇന്ത്യൻ കൃഷിയെ തുലയ്ക്കാൻ പോവുകയാണ് അവർ. ക്ഷീര വ്യവസായ മേഖലയെ തകർക്കുന്നുണ്ടോ ആ ഉടമ്പടി? മത്സ്യബന്ധന മേഖലയെ അത് തകർത്ത് താറുമാറാക്കും. ശാസ്ത്ര ഗവേഷണങ്ങളെ അത് ആപ്പീസ് പൂട്ടിക്കും. ശൂന്യാകാശ പര്യവേഷണങ്ങളുടെ കുത്തക അത് അമേരിക്കയെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുമ്പിലുള്ള സമ്പൂർണ്ണമായ കീഴടങ്ങളുണ്ടായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉറ്റുനോക്കി എന്തെങ്കിലും കാര്യമായിട്ട് UDF അതേപ്പറ്റി പറയുമോ എന്ന്. മൗനമാണ് UDFന്. എപ്രകാരമാണോ അസംബ്ലിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയത്, കേന്ദ്ര ബജറ്റിനെ പറ്റിയുള്ള ചർച്ചവേളയിൽ BJPയെ വിമർശിക്കാനുള്ള വിസമ്മതം കൊണ്ട് വാക്കൗട്ട് ശീലമാക്കി മാറ്റിയത് എന്ന് നമ്മൾ കണ്ടു. അതേ മാർഗത്തിലാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസ്സിന് BJPയെ പറ്റി വിമർശിക്കാൻ ഭയമാണ്. എപ്രകാരമാണോ ട്രംപിന് മോദിക്ക് ഭയം, അതേ ഭയമുണ്ട് BJPയെ കോൺഗ്രസ്സിന്. അതുകൊണ്ടാണ് ഇതൊന്നും മിണ്ടാതെ, ഇതൊന്നും പറയാതെ അവർ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത്.